അസ്സലാമു അലൈക്കും. ഹൃദയ തേജസ്സിലേക്ക് സ്വാഗതം. വിവേചനത്തെക്കുറിച്ചാണ് ഈ ആഴ്ച ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തുണ്ടായ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. മദീനയിൽ വളരെ വലിയ ഒരു ക്ഷാമകാലമായിരുന്നു അത്. പട്ടിണിയും ദാരിദ്ര്യവും വല്ലാതെ പിടികൂടിയ സമയം. ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഒരു സ്ത്രീ 2 കുഞ്ഞുങ്ങളുമായി സഹായം തേടി വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ വീട് മുഴുവൻ പരതി നോക്കിയിട്ടും ഒന്നും തന്നെ ആ സ്ത്രീക്ക് കൊടുക്കാൻ ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. 3 കാരക്ക മാത്രം ആയിഷ റളിയല്ലാഹു അൻഹക്ക് കിട്ടി. അത് ആ സ്ത്രീക്ക് അവർ സന്തോഷത്തോടു കൂടി നൽകി. കുട്ടികളിൽ ഓരോ ആളിനും ഓരോന്നും, ആ സ്ത്രീ ഒന്നും അത് വിഹിതം വെച്ചെടുത്തു. കുട്ടികൾ വിശപ്പടങ്ങാതെ ഉമ്മയെ നോക്കി തങ്ങൾക്ക് കിട്ടിയ കാരക്ക തിന്നതിന് ശേഷം ആ ഉമ്മ തൻ്റെ വായിലിട്ട കാരക്ക ഇറക്കാതെ അത് പുറത്തെടുത്ത് വീണ്ടും ആ കുട്ടികൾക്ക് പങ്കുവെക്കുകയാണ് ചെയ്തത്. തൻ്റെ വിശപ്പ് പരിഗണിക്കാതെ കുട്ടികളുടെ വിശപ്പ് മാറ്റാൻ മുൻഗണന നൽകിയ ആ ഉമ്മയുടെ നടപടി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. തൻ്റെ മനസ്സിനെ അലട്ടിയ ഈ സംഭവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയ സമയത്ത് പ്രവാചകനെ അവർ അറിയിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഒരു ഒറ്റ സംഭവം കാരണം അള്ളാഹു ആ സ്ത്രീയെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയിരിക്കുന്നു. തൻ്റെ വിശപ്പ് അവഗണിച്ച ഉമ്മയുടെ സ്നേഹം, അതാണ് അള്ളാഹു അവിടെ പരിഗണിച്ചത്. ദുർബലരോടൊപ്പമാണ് ഏത് സമയത്തും അള്ളാഹു ഉണ്ടായിരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾക്ക് ഒരു പെൺകുഞ്ഞുണ്ടാവുകയും അവളെ കുഴിച്ചു മൂടാതെ ആൺകുട്ടികളെക്കാൾ അവളെ തരം താഴ്ത്തി കാണിക്കാതെ വിവേചനം ഇല്ലാതെ അവളെ വളർത്തുകയും വിദ്യാഭ്യാസം നൽകുകയും ചെയ്താൽ അയാൾക്ക് സ്വർഗം ഉറപ്പാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കുഴിച്ചുമൂടൽ മണ്ണിൽ തന്നെ ആവണമെന്നില്ല. സമൂഹത്തിലാണ് ഈ കുഴിച്ചുമൂടൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ, പരിഗണനയുടെ കാര്യത്തിൽ, അവകാശങ്ങളുടെ കാര്യത്തിലെല്ലാം തന്നെ ഈ കുഴിച്ചുമൂടലുകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു സംഭവം നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അറിയുന്ന ഒരു കുടുംബം, ആ കുടുംബനാഥൻ ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കുടുംബിനിയായി കഴിഞ്ഞുകൂടുന്നു. ഇതിനിടയിൽ ഭാര്യയുടെ പിതാവിന് അസുഖം ബാധിച്ചു. അയാൾ തുടർച്ചയായി കിടപ്പിലായി. തൻ്റെ കുടുംബത്തെ അവിടെ നിർത്തിയിട്ട് ആ മകൾ പിതാവിൻ്റെ പരിചരണത്തിനായി സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത്. 1-2 മാസത്തോളം നിരന്തരമായി ആ പിതാവിനെ ആ മകൾ പരിചരിച്ചു കൊണ്ടിരുന്നു. 2 മാസത്തിന് ശേഷം പിതാവ് മരണപ്പെടുകയും ചെയ്തു. ആ മരണത്തിന് ശേഷമാണ് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത്. തൻ്റെ സ്വത്ത് മുഴുവനും പിതാവ് ആൺകുട്ടികൾക്ക് വേണ്ടി എഴുതി കൊടുത്തിട്ടാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്. മരിക്കുന്ന സമയത്തും 2 മാസത്തോളം തുടർച്ചയായി തൻ്റെ മകളുടെ പരിചരണം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഈ ഒരു രഹസ്യം അദ്ദേഹം സൂക്ഷിക്കുകയായിരുന്നു. എങ്ങനെയാണ് ജീവിതത്തിൻ്റെ അന്ത്യനിമിഷത്തിലും ഈ ഒരു വഞ്ചന കാണിക്കാൻ ഒരാൾക്ക് സാധിക്കുന്നത് എന്നോർക്കുമ്പോൾ ഈ ഒരു വിവേചന ബുദ്ധി നമ്മളുടെയൊക്കെ ഇടയിൽ എത്രമാത്രം ശക്തമായിരിക്കുന്നു എന്നത് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇന്ന് സ്ത്രീ വിവേചനത്തെ സംബന്ധിച്ച് വളരെയധികം സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സർക്കാർ പല നിയമങ്ങളും ഈ വിഷയത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കോടതികളിൽ നിന്ന് പലതരത്തിലുള്ള വിധികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം ഈ വിധികളും ഈ തീരുമാനങ്ങളും എല്ലാം തന്നെ സ്ത്രീകൾക്ക് അന്തിമമായിട്ട് പ്രതികൂലമായി വരികയാണ് ഉണ്ടാകുന്നത്. ഒരു വിധി കൊണ്ട് മാത്രം
കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കോടതിക്ക് സാധ്യമാവുകയില്ല. ഒരു നിയമം ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം സ്ത്രീ വിവേചനം ഇല്ലാതെയാക്കാൻ സർക്കാരിനും സാധിക്കുകയില്ല. മനുഷ്യരുടെ മാനസിക നിലയിലാണ് മാറ്റം ഉണ്ടാവേണ്ടത്. അവരുടെ സമീപനത്തിലാണ് മാറ്റം ഉണ്ടാവേണ്ടത്. ഈ മാറ്റം ഉണ്ടാക്കാൻ അവരുടെ മനസ്സിലേക്ക് കടന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഒരു നിയമവും ഒരു കോടതി വിധിയും പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയില്ല. അത് സ്ത്രീകൾക്ക് ഗുണം ചെയ്യുകയുമില്ല. മറ്റൊരു വിഷയവുമായി ഹൃദയ തേജസ്സിൽ അടുത്ത ആഴ്ച വീണ്ടും കാണാം.